ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി തിരുവചനത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ വായിച്ച് സഹായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വേദഭാഗം വായിച്ച് സഹായിപ്പാൻ ഓർപ്പിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്തിനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. നമുക്ക് ഒരു നിമിഷം കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹത്വാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല സന്ധ്യയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാവശ്യവും ദൈവകൃപയിൽ ശരണപ്പെട്ട ഭാരതപ്പുഴ കൺവെൻഷൻ ആരംഭിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. അതിൻ്റെ പിമ്പിൽ പ്രവർത്തിച്ച കർത്തദാസന്മാരെ, സഹോദരന്മാരെ ശക്തീകരിച്ചതോർത്ത് സ്തോത്രം. ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ സുവിശേഷ യോഗം കേൾവിക്കാർക്കും കൂടപ്പെടുന്നവർക്കും അനുഗ്രഹമാക്കി തീർക്കുകയും പ്രിയപുത്രൻ ഈ ദിവസങ്ങളിൽ പിന്നെയും മഹത്വപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്യണമെന്ന് അവിടുത്തോട് അപേക്ഷിക്കുന്നു. ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ഏവർക്കും ഇത് അനുഗ്രഹമാക്കി തീർക്കണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തുകയാണ്. എളിയവനെയും ശക്തീകരിച്ചാട്ടെ. ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൺവെൻഷൻ്റെ ചുമതലക്കാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിശേഷിച്ച് ഇന്ന് രാത്രിയിലെ യോഗാധ്യക്ഷൻ, ഈ ഭാരതപ്പുഴ കൺവെൻഷൻ ദൈവകരങ്ങളിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഏൽപ്പിച്ച ബഹുമാന്യ കർത്തദാസൻ, പ്രാർത്ഥനയിൽ സഹായിച്ച ബഹുമാന്യ ദൈവഭൃത്യന്മാർ, ആശംസാവാചകമായി അറിയിച്ച പ്രിയപ്പെട്ടവര്, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എൻ്റെ സഹപടന്മാരായ ദൈവഭൃത്യന്മാർ, വിശേഷിച്ച് നല്ല നിലയിൽ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മാന്യ സഹോദരന്മാർ, ഈ ശുശ്രൂഷ വിവിധ ഇടങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ചുമതലപ്പെട്ടവർ, ഈ മണൽപ്പരപ്പിൽ പ്രാർത്ഥനയോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ ദൈവകുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലുന്നു. വീണ്ടും ഇങ്ങനെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ഈ സ്ഥലത്ത് ഇങ്ങനെ സന്ദർഭം ലഭിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിന് ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് വിശേഷമായ നന്ദി വീണ്ടും രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാവശ്യത്തെ യോഗത്തിൻ്റെ പ്രാരംഭ ദിവസമാണ്. എനിക്കും വരുവാൻ ഇടയായതിൽ കർത്താവിനും മഹത്വം. ഇങ്ങനെ ദൂരത്തിരിക്കുന്നത് കൊണ്ട് സാധാരണ നമ്മുടെ യോഗങ്ങളുടെ ഒരു അന്തരീക്ഷവും പ്രതീതിയും എനിക്ക് അനുഭവപ്പെടുന്നില്ല. തന്നെയല്ല ഈ ലൈറ്റ് കണ്ണ് അങ്ങ് മഞ്ഞിച്ച് നിൽക്കുക, അതുകൊണ്ട് കാണാനും മേലാര്. ബിലയാൻ പറഞ്ഞതുപോലെ കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ ഇന്ന് അങ്ങനെ തോന്നുന്നത്. എല്ലാവരെയും ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ.
വളരെ പരിചിതമായ ചില വേദശകലമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യശകലങ്ങളാണല്ലോ. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് രാത്രി ശാന്തമായിട്ട് ദൈവം നമ്മോട് ഇടപെടട്ടെ. ഒരിക്കൽ കൂടി ആ വേദഭാഗം വായിച്ച് സഹായിക്കണമെന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായ സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്തിനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എത്ര നാൾ ചതിച്ചുകൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചുകൊള്ളും, എത്ര നാൾ ചതിച്ചുകൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചുകൊള്ളും, എത്ര നാൾ പറഞ്ഞുകൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവെ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ. താമസം എന്താകോ വന്നിടാനേശു, താമസം എന്താകോ, താമസം എന്താകോ വന്നിടാനേശു. കാന്താരവീനായി കാത്തിരും എന്റെ മനം, കാന്താനിൻ വരവീനായി കാത്തിരും എന്റെ മനം. വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നു മാനുവേലേ, വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നു മാനുവേലേ. താമസം എന്താകോ വന്നിടാനേശു, താമസം എന്താകോ. കർത്താവെ നോക്കി കാണോ താമസം എന്താകോ വന്നിടാനേശു, താമസം എന്താകോ, താമസം എന്താകോ വന്നിടാനേശു, താമസം എന്താകോ. ഒരിക്കൽ കൂടി കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. എനിക്ക് ഈ ലൈറ്റ് ഒന്ന് ഇച്ചിരി കുറയ്ക്കാമെന്നെങ്കിൽ എനിക്ക് ഒക്കത്തില്ലായിരിക്കും അല്ലേ, കണ്ണം കഴിയുമ്പം.
ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 മുതൽ 8 വരെയുള്ള വേദശകലമാണല്ലോ. ഈ തിരുവചന ഭാഗം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മുമ്പേ ഓർപ്പിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് സാധാരണ നമ്മൾ ശുശ്രൂഷിക്കുന്ന നിലയിൽ ഒരു അന്തരീക്ഷവും ഒരു ക്രമീകരണവും വരുന്നില്ല. എന്നിരുന്നാൽ കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഒരു ദിവസം പശുവിനെ വഴി കെട്ടാന്ന അവിടെ ഇരിക്കട്ടെ. അതിനെ തിരിച്ച് മൊത്തം പോകരുത്, മതി, ഞാനങ്ങ് കണ്ണടച്ച് നിന്നോളാം. എൻ്റെ കണ്ണടണ വന്നേ ഉള്ളല്ലോ. നിങ്ങൾ പൊക്കോ അവിടെ ഇരുന്നോട്ട്, ഇനി ഒന്നും ചെയ്യണ്ട. അങ്ങോട്ട് നോക്കിയാലേ അത് തന്നെ. അവിടെ ഇന്ന് രാത്രി നമുക്ക് തിരുവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ ചിന്തിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചില വർഷങ്ങളായി ഇവിടെ നടത്തപ്പെടുന്ന ഈ യോഗങ്ങൾ ഈ ദേശത്തിനും കൂടപ്പെടുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീർക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടും ഇന്ന് രാത്രിയിലും വരും ദിവസങ്ങളിലും കർത്താവ് ചെയ്യേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന് മഹത്വം. ഇന്ന് രാത്രി ഇവിടെ വായിച്ച് കേൾക്കപ്പെട്ടതായ തിരുവചന ഭാഗം വളരെ പരിചിതമായ ചില വേദശകലമാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ള വേദശകലങ്ങളാണ്. ഇന്ന് രാത്രി ഈ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. ഈ ഭാഗം മൊത്തത്തിൽ പഠിക്കുമ്പോൾ സുവിശേഷത്തിന്റെ 6 വിശേഷതകളാണ് ഈ ഖണ്ഡികയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്നത്. സുവിശേഷത്തിന്റെ 6 സവിശേഷത അല്ലെങ്കിൽ വിശേഷതകൾ. എവിടെയും പറയാൻ കൊള്ളാവുന്ന, എവിടെയും ഉയർത്താൻ കൊള്ളാവുന്ന, എവിടെയും ഉച്ചസ്ഥരം ഘോഷിപ്പാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, സുവിശേഷം. ഏത് സ്ഥലത്തും, ഏത് രാജ്യത്തും, ഏത് വ്യക്തിയുടെ അടുക്കലും, ഏത് ഭവനത്തിലും, ഏത് പട്ടണത്തിലും, ഏത് സ്ഥലത്തും ഉയർത്താൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അത് സുവിശേഷം. നല്ല വാർത്ത, ആ ഗുഡ് ന്യൂസ്, അത് മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, നമുക്കറിയാം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ചിലർക്ക് പല ധാരണയാ. സുവിശേഷം മതപ്രസംഗമല്ല, ഇതൊരു മതമല്ലല്ലോ. അപ്പോൾ സുവിശേഷം മതപ്രസംഗമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ തത്വ സംഹിതകൾ നിരത്തുന്നതല്ല. അതൊക്കെ നല്ലതാ, പക്ഷെ അതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ പ്രത്യയ ശാസ്ത്രങ്ങളല്ല. അതും ചില സന്ദർഭത്തിൽ നല്ലതാ, പക്ഷെ സുവിശേഷം അതല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ സഭകളുടെ ഉപദേശം തെളിയിക്കുന്ന സ്ഥലമല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇകലോകത്തിൽ ഇറങ്ങി വന്ന നസറായനായ യേശു ക്രിസ്തു. പൗലോസ് പറഞ്ഞ പദം, വാക്യം നിങ്ങളിൽ പലർക്കും നമുക്കെല്ലാം മനഃപാഠമാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ആ സുവിശേഷം എല്ലാ സ്ഥലത്തും ഉയർത്തുവാൻ, പറയുവാൻ ദൈവം നൽകുന്ന കൃപകൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ശാന്തമായിട്ട് അല്പസമയങ്ങൾ ചിന്തിക്കാൻ പോകുന്ന ചെറിയ വിഷയം സുവിശേഷത്തിന്റെ 6 വിശേഷതകൾ, 6 സവിശേഷതകൾ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യമാണ് ഇതിന് ആധാരമായിട്ട് വായിച്ചത്. നമുക്കറിയാം, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളുണ്ട്. റോമാലേഖനം മുതൽ
യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. ഇതില് സിംഹഭാഗ ലേഖനങ്ങളും ദൈവത്തിന്റെ ദാസനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഈടുറ്റ ലേഖനങ്ങളാണ്. പൗലോസിന്റെ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ രക്ഷാശാസ്ത്രപരമായ ലേഖനമുണ്ട്, ക്രിസ്തുശാസ്ത്രത്തെ പ്രകീർത്തിക്കുന്ന ലേഖനമുണ്ട്, സഭാശാസ്ത്രപരമായി പഠിക്കുന്ന ലേഖനമുണ്ട്, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനങ്ങളുമുണ്ട്. അതില് രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനമാണ് നമുക്കറിയാം റോമാലേഖനവും കൊരിന്ത്യർക്കെഴുതിയ 1-2 ലേഖനവും രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനമാണ്. എന്താണ് രക്ഷ, എന്താ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആരാണ് രക്ഷിതാവ്, ആരാണ് രക്ഷിക്കുന്നവൻ? രക്ഷയ്ക്ക് നിദാനമായ ഘടകം എന്ന് പറഞ്ഞാൽ ഭൗതിക വസ്തുക്കൾ കൊടുത്തു വല്ലതും രക്ഷ സ്വായത്തമാക്കാൻ സാധ്യമാകുമോ? എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? ആരാണ് രക്ഷിതാവ്? ആ രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുകയില്ലയോ ഇത്യാദി വിഷയങ്ങളാണ് രക്ഷാശാസ്ത്രത്തിൽ നാം പഠിക്കുന്നത്. അറിവുള്ള കാര്യമാണെങ്കിൽ ഒന്നുകൂടെ പറയാം, രക്ഷിതാവ് ഒരുവനേ ഉള്ളൂ, നസറായനായ യേശു ക്രിസ്തു. രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ മാനവ ജനതയ്ക്ക് രക്ഷയുള്ളൂ. അടുത്തത് ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനങ്ങളാണ്. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ, ഈ ലേഖനങ്ങളെല്ലാം ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ഈടുറ്റ ലേഖനമാണ്. യേശു ക്രിസ്തുവിന്റെ ജഡാവതാരം, എന്തിനാണ് ക്രിസ്തു ജഡാവതാരം എടുത്ത് ഈ ഭൂമിയിൽ വന്നത്? ജഡാവതാരം എടുക്കുന്നതിന് മുമ്പ് ക്രിസ്തു ഉണ്ടായിരുന്നു, ആരായിരുന്നു, എവിടായിരുന്നു, എന്തായിരുന്നു? ശേഷമായി ക്രിസ്തുവിന്റെ തിരുപ്പിറവി, തന്റെ ജീവിതം, ജീവിതചര്യകൾ, ശുശ്രൂഷകൾ, താൻ ചെയ്ത അത്ഭുത പ്രവർത്തികൾ, ഒടുവിൽ കഷ്ടാനുഭവം, മരണം, അടക്കം, ഉയർപ്പ്, സ്വർഗാരോഹണം, ഒന്നുകൂടെ പറഞ്ഞാൽ തിരിച്ചുള്ള വരവ്, ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് സഭാശാസ്ത്രപരമായ ലേഖനമാണ് പൊന്തിഫിക്കൽ ലെറ്റേഴ്സ് എന്ന പൗരോഹിത്യ ലേഖനങ്ങൾ. അതാണ് തിമത്തിയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും. സഭാശാസ്ത്രപരമായ ലേഖനം. സഭയിൽ എങ്ങനെ ആയിരിക്കണം, സഭയുടെ നടപടിക്രമം, സഭയുടെ അംഗമാണെന്ന് പറഞ്ഞ് നെടുക നടന്നുകൊണ്ട് കാര്യമാകില്ല, അതിന് നടപടിക്രമങ്ങളുണ്ട്. വല്ലപ്പോഴും ഒരു സഭായത്തിന് വന്നു, ആണ്ടിലൊന്ന് വന്ന് തല കാണിച്ചു വെച്ച് പോയി. കാശും പുത്തനും ഉള്ളയാളാണെങ്കിൽ പുള്ളിക്ക് 5 മിനിറ്റ് കൊടുക്കും. ആചൻ ഒന്നും ഇല്ലാത്ത ആളാന്നെ ആരും മൈൻഡ് ചെയ്യത്തില്ല. നമ്മൾ പറയാം നമ്മുടെ സഭയുടെ മെയിൻ ആളാ, അവൻ സഭായത്തിന് വന്നിട്ട് 10 മാസം കഴിഞ്ഞു. കാശ് കിടന്ന് തള്ളുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഉപദേശിമാര് എന്നോട് ചോദിച്ചിരിക്കണം, മസിൽ പിടിച്ചൊന്നും ഇരിക്കരുത്. സ്തോത്രം പറയുകയും നിങ്ങളുടെ അത്ര ഒന്നും ഞാൻ പ്രസംഗിക്കത്തില്ല, അറിയത്തില്ല, എന്നാലും വാശിയൊന്നും പിടിച്ചിരിക്കരുത്. എന്നാൽ ഇവരെല്ലാം അങ്ങ് ദൂരെ ഇരിക്കുന്നതുകൊണ്ടൊരു നല്ലൊരു അന്തരീക്ഷം എനിക്ക് കിട്ടുന്നില്ല. അപ്പം അടുത്തിരിക്കുന്ന നിങ്ങൾ അല്ല, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞായിരിക്കും ഇനി പ്രസംഗിക്കുന്നത്, വിഷയം മാറ്റും. അപ്പോൾ സഭയ്ക്കകത്ത് നടക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. പൗലോസ് ആ കാര്യം വളരെ കർക്കശമായി പറയുകയാ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക് വരുവാൻ ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എങ്ങനെ നടക്കണം. അപ്പം അതിന് നടപടിക്രമമുണ്ട്. അതാണ് തിമത്തിയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും തരുന്ന പാഠം, സഭാശാസ്ത്രപരമായ ലേഖനം. ഒടുവിലായിട്ട് ലേഖനം പഠിക്കുമ്പോൾ പൗലോസിന്റെ ലേഖനം അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ്. അതാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. അന്ത്യകാല ശാസ്ത്രം വിസ്തരിക്കേണ്ട ഭാഗമാ. എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം, കേൾവിക്കാർക്കും പലർക്കറിയാം. എങ്കിലും ഒറ്റ വാക്കി പറയാം. അന്ത്യകാല ശാസ്ത്രമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയിൽ വരുന്നത് കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ
വീണ്ടും വരവും അനന്തര സംഭവങ്ങളും. ഇങ്ങനെയാണ് പൗലോസിന്റെ ലേഖനങ്ങളെ സാധാരണ തരംതിരിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് രാത്രി ക്രിസ്തു